സ്പെയിനിൽ നമ്മുടെ മത്തി, ചോറ്, തേങ്ങ എന്നിവയൊക്കെ കിട്ടുമോ? സ്പെയിനിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരും ആദ്യമായി ഇവിടെ എത്തിയവരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിന്റെ ഉത്തരം അതെ, ഇവിടെ എല്ലാം കിട്ടും. പച്ചമുളക് മുതൽ കറിവേപ്പില വരെ ഇവിടെ ലഭ്യമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ സാധനങ്ങളെല്ലാം നാട്ടിലെ പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഒരുമിച്ച് കിട്ടണമെന്നില്ല. ജീരകവും മഞ്ഞൾപ്പൊടിയും ഒരിടത്താണെങ്കിൽ കറിവേപ്പിലയും നെയ്യും മറ്റൊരിടത്തായിരിക്കാം. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇന്ത്യൻ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ വാങ്ങിക്കാം എന്നുള്ളതാണ്. സ്പെയിനിൽ ഏകദേശം എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന 2 സൂപ്പർ മാർക്കറ്റുകളാണ് മെർക്കഡോണയും ലീഡിലും. ഇവിടെ നമുക്ക് ദിവസേന ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഉദാഹരണം പാൽ, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇറച്ചി, മീൻ എന്നിങ്ങനെയുള്ളതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ത്യൻ സാധനങ്ങൾക്ക് പകരക്കാരായിട്ടുള്ള ചില സാധനങ്ങളും ഇവിടെ ലഭിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മട്ടയരി ഇവിടെ കിട്ടില്ല. പകരം അറോസ് റെഡോന്തോ എന്ന ഒരു വലിയ അരി കിട്ടും. അത് ചോറ് വയ്ക്കാനും ഇഡലി, ദോശ എന്നിവയൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ്. അതുപോലെ നമ്മുടെ ചില സ്പൈസസ് ആയിട്ടുള്ള കാർഡമം, ഗ്രാമ്പൂ, സിനമൺ ഇങ്ങനെയുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. കടല, പയർവർഗ്ഗങ്ങൾ ഇവയും ലഭ്യമാണ്. അടുത്തത് മെർക്കാദോ മുനിസിപ്പാലിറ്റി ചന്തകൾ. ഇത് നമ്മുടെ നാട്ടിലെ ചന്തകളുടെ ഒരു മോഡേൺ വെർഷനാണ്. ഇവിടെ ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ, അതായത് പഴം, പച്ചക്കറി, ഇറച്ചികൾ, നാടൻ മുട്ട, മീൻ എന്നിവയൊക്കെ വാങ്ങാൻ പറ്റും. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകൾ ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ പെസ്കാദേറിയ, മീൻ വിൽക്കുന്ന കടകൾ. ഇവിടെ പലതരത്തിലുള്ള മീനുകൾ, നമ്മുടെ ചൂര, നെത്തോലി, അയല, ചാള ഇവയൊക്കെ ലഭ്യമാണ്. പിന്നെ ഇവിടെ നിൽക്കുന്നവരോട് പറഞ്ഞാൽ ഈ മീനുകളെല്ലാം തൂക്കി നമുക്ക് ആവശ്യാനുസരണം വൃത്തിയാക്കി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും. അതിന് നമ്മൾ എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇവിടുത്തെ ഫ്രൂട്ടേറിയകളിൽ എപ്പോഴും കാണുന്ന സാധനമാണ് പ്ലാത്തനോ മാച്ചോ, ഏത്തപ്പഴം. അതോടൊപ്പം യൂക്ക, കപ്പ ഇവയും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെയുള്ള കാർണിസേറിയ ഇറച്ചിക്കടകളിൽ പലതരത്തിലുള്ള ഇറച്ചികൾ കാണാം. ബീഫ്, മട്ടൺ, ചിക്കൻ, ടർക്കി എന്നിങ്ങനെ ഒരുപാട് ഇറച്ചികൾ, മുയലിറച്ചി വരെ ഇവിടെ ലഭ്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറുണ്ട്. അതാണ് ഇവിടത്തെ സ്പൈസ് സ്റ്റോർ. വളരെ ചെറിയൊരു സ്റ്റോറാണ്. ഇവിടെ നമ്മുടെ എല്ലാ സ്പൈസസും ലഭ്യമാണ്. ഏലയ്ക്ക, ഗ്രാമ്പൂ, തക്കോലം, മഞ്ഞൾപ്പൊടി, ജീരകം, പെരിഞ്ജീരകം, തന്തൂരി മസാല, ഗരം മസാല, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് നമുക്ക് ഗ്രാം കണക്കിന് തൂക്കി വാങ്ങിക്കാം. ഇനി നമ്മുടെ കറുത്ത കടുക്, കറിവേപ്പില, അതുപോലെ തന്നെ നെയ്യ്, പപ്പടം എന്നിങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ സ്പാനിഷ് മാർക്കറ്റുകളിൽ കാണാറില്ല. ഇതിന് നമ്മൾ ഏഷ്യൻ സ്റ്റോറുകളെയാണ് ആശ്രയിക്കേണ്ടത്. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും, എല്ലാ ഇന്ത്യൻ സാധനങ്ങളും വാങ്ങിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, കടല, പയറ്, ഉഴുന്ന് അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മിക്സ്ചറോ പാനിപ്പൂരിയോ കടലമുട്ടായോ പോലുള്ള ഇന്ത്യൻ സ്നാക്സ് കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ അതും ഇവിടെ കിട്ടും കേട്ടോ. ഇനി പച്ചക്കറികളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ പച്ചക്കറി വെറൈറ്റികൾ കിട്ടുന്നത് ചൈനീസ് സൂപ്പർ മാർക്കറ്റുകളിലാണ്. ഉദാഹരണം നല്ല എരിവുള്ള പച്ചമുളക്, വെണ്ടയ്ക്ക, ചേന, ചേമ്പ്, വള്ളിപ്പയർ, ചില സമയങ്ങളിൽ മുരിങ്ങക്കയും മലബാർ ചീരയും വരെ അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. അതുകൂടാതെ നമ്മുടെ വറ്റൽ മുളക്, മല്ലി ഇവയുടെയൊക്കെ പൊടികൾ എന്നിവയും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ പുളിയും കിട്ടും. അതുമാത്രമല്ല നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള ഏലയ്ക്ക, ഗ്രാമ്പൂ, തക്കോലം, സിനമൺ ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറഞ്ഞ സാധനങ്ങൾ എത്ര എളുപ്പത്തിൽ കിട്ടുമെന്നുള്ളത് നിങ്ങൾ സ്പെയിനിൽ എവിടെ താമസിക്കുന്നു എന്ന കാര്യത്തെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ മൾട്ടിനാഷണൽ പോപ്പുലേഷൻ കൂടുതലുള്ള മദ്രിദ്, വാലൻസിയ, മലാഗ, ബാർസലോണ പോലുള്ള സിറ്റികളിൽ ഇവയെല്ലാം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ താമസിക്കുന്നത് ചെറിയ ടൗണുകളിലോ ഉൾഗ്രാമങ്ങളിലോ ആണെങ്കിൽ ഇവ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ഇവിടെ ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്പുകളും വെബ്സൈറ്റുകളും അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ലേബലുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം. കാരണം ഒരു സാധനം തന്നെ പല തരത്തിൽ ഇവിടെ ലഭ്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ തൈര്, ഇവിടെ യോഗുർ നാത്തുറാൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ട് നോക്കിയെടുത്തില്ലെങ്കിൽ ഇതിൽ തന്നെ വിവിധ തരം ഫ്ലേവറുകളും മധുരമുള്ളതുമായിട്ടുള്ള തൈരുകൾ നമ്മൾ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ സാധനങ്ങൾക്കെല്ലാം നാട്ടിലും ഇവിടെയും വില വ്യത്യാസമാണ്. അത് വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാം. അപ്പോൾ ഇനി സ്പെയിനിലേക്ക് വരുമ്പോൾ പെട്ടി നിറയെ മല്ലിപ്പൊടിയും കപ്പയും ഒന്നും കുത്തി നിറച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം ലഭ്യമാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.